ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻഡ് ടേൽസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗാണ്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീട്ടിലോട്ടൊന്ന് പോയായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴയാണ്. ഇവിടെ രാവിലെ തന്നെ അമ്മ ചിക്കൻ കറിയും ചപ്പാത്തിയും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങി. സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. വന്നപ്പോൾ എന്തായാലും ബർഗർ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബർഗർ ഉണ്ടാക്കാനായിട്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഒരു 3 പൊട്ടറ്റോ ബോയിൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എടുത്ത് പാൻ എടുത്തിട്ട് നമ്മൾ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. നമുക്കിനി കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് കുക്കായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നമുക്ക് ഒത്തിരി ഇട്ട് വഴറ്റിയെടുക്കണ്ട, ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അങ്ങനെ നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണേൽ നമുക്ക് പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പക്ഷേ ഓപ്ഷണലാണ്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അങ്ങനെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഷേപ്പ് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബർഗർ ബണ്ണിൻ്റെ സൈസൊക്കെ അനുസരിച്ച് നമുക്ക് പാറ്റീസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കോട്ടിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കട്ടിക്ക് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ പാറ്റീസും ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലോട്ടിട്ട് എടുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ. അങ്ങനെ നമ്മുടെ പാറ്റീസൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണെടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കിയെടുത്ത ബണ്ണിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് സ്പ്രെഡായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ലെറ്റ്യൂസ് വെച്ച് കൊടുക്കാം. നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് പാറ്റീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് പാറ്റീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ റൗണ്ടായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും കുക്കുംബറും വെച്ച് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് സ്ലൈസ് ആയിട്ട് വെച്ചിരിക്കുന്ന ചീസും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഓരോ ബർഗറും ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ബർഗറെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.